ഗൈസ്, മാരുതിന്റെ ഇ വി ഉണ്ടല്ലോ, വാ കാണിച്ചു തരാം. ഫൈനലി ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പുതിയ സ്ട്രക്ചറാണ്. ഐ റിയലി എന്താ പറയാ, ഒരു അടിപൊളി ഡിസൈൻ. നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിരുന്നതിന് ഷോറൂമിൽ ഡയറക്റ്റ് വളരെ ഇഷ്ടമായത് ഇതിന്റെ ഡി ആറിലാണ്. ഒരു യുണീക്ക് ടച്ചായി ഇതിന്റെ ഡി ആറിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഫോഗ് ലാംപ്സ് ഒക്കെ ഒരു യുണീക്നെസ് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ക്യൂട്ട് ആൻഡ് മസ്കുലർ ലുക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സംഭവം എന്തായാലും മാർക്കറ്റിൽ കത്തും. പക്ഷെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും 2-3 മാസം കൂടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടത്. മാരുതിയിൽ ഫസ്റ്റ് സെഗ്മെന്റ് 18 ഇഞ്ച് വീൽ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കംപ്ലീറ്റ്ലി പുതിയ പ്ലാറ്റ്ഫോം. ഐ റിയലി എക്സൈറ്റഡ്. നമ്മൾ മാരുതിയിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമേ അല്ല, കംപ്ലീറ്റ്ലി പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാരുതി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ കൺസോൾ ആണെന്നുണ്ടെങ്കിലും ഗിയർ നോബിൻ്റെത്, അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി പുതിയ പ്ലാറ്റ്ഫോം, കണക്റ്റഡ് ഡിസ്പ്ലേ. ജസ്റ്റ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിൽ കാണുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേറെ സംഭവം കാണിച്ചു തരാൻ. ഏറ്റവും സിമ്പിൾ വേല നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംബിയൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ആംബിയൻസ് ഇത്രയും ആംബിയൻറ്റ് ലൈറ്റുകൾ ഇതിൽ വരുന്നുണ്ട്. ജസ്റ്റ് 1 ടച്ചിൽ നമുക്കിത് ആംബിയൻ ലൈറ്റ് സുഖമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഓരോ ഫീച്ചേഴ്സ് വളരെ എടുത്തു പറയേണ്ട സംഭവമാണിത്. ഓരോ ഫീച്ചേഴ്സ് നമുക്ക് 1 ടച്ചിൽ നമുക്കിതിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും. ഇപ്പോൾ DRLs വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ഓൺ ആക്കിയിടാനുള്ള ഫങ്ഷൻസ് കാര്യങ്ങൾ, വൈപ്പേഴ്സിൻ്റെത് എല്ലാം ഒരുപാട് ഫങ്ഷൻ, എല്ലാം സിമ്പിൾ വേല് നമുക്കിതിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അഡാസിന്റെ ഒരുപാട് ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. ലൈൻ ഡിപ്പാച്ചർ, BSM ബസർ, ESP എല്ലാം മാരുതി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഒരു ബ്ലാക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലാണെന്നുണ്ടെങ്കിലും ഉള്ളൊരു ബ്ലാക്ക് തീമായിട്ട് നമുക്കൊരു അൾട്രാ ലക്ഷറി ഫീൽ നമുക്കിത് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ എടുത്തു വേണ്ട ഒരു സംഭവമുണ്ട്. ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഹാർമന്റെ ഇൻഫിനിറ്റി സെറ്റപ്പോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വന്നുള്ളത്. അപ്പൊ എല്ലാവരും സ്ഥിരം ചോദ്യമാണ് സൺറൂഫ് ഇല്ലെന്നല്ലേ. സൺറൂഫ് ഉണ്ട്, പക്ഷെ ഇത് ഓപ്പണബിൾ അല്ല, മൂൺ റൂഫാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് ബെറ്റർ. നമ്മളെ കേരളത്തിലെ ഒരു റോഡ് കണ്ടീഷൻ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂൺ റൂഫ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഇതാണ് ഇതിന്റെ ആംറസ്റ്റ്. ഇതുകൊണ്ട് 2 ബെനിഫിറ്റ് ഉണ്ട്. ആംറസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, നമ്മൾ പുറകിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്കിത് എടുക്കാനും പറ്റും. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ പുതിയൊരു ഫംഗ്ഷൻ കാണിച്ചുതരാം. നമ്മളെ സെക്കൻഡ് റോ സീറ്റുകൾ നമുക്ക് സ്ലൈഡിങ് ആണ്. ഓക്കെ,